ലെബ്നനിലെ പേജർ സ്ഫോടനം, അതിൽ മലയാളിയുടെ പങ്കിനെ കുറിച്ച് ഏറെ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. റിൻസൺ ജോസ്, ഇപ്പോൾ റിൻസൺ ജോസിനെതിരെ നോർവേ സെർച്ച് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പേജറുകൾ ഹിസ്ബുള്ളിലേക്ക് വിറ്റത് റിൻസന്റെ നോട്ട ഗ്ലോബൽ എന്ന ബൾഗേറിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. നോർവേ പോലീസാണ് അന്താരാഷ്ട്ര തലത്തിൽ സെർച്ച് വാറന്റ് പുറപ്പെടുവിച്ചത്. പി ബസന്ത് ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബസന്ത്, വിവരങ്ങൾ പറയൂ. നോർവേ പോലീസിന്റെ ക്രിമിനൽ അന്വേഷണ വിഭാഗമായ ക്രിപ്പോസ് ആണ് ഇപ്പോൾ റിൻസൺ ജോസിനെതിരെ ഒരു ഇന്റർനാഷണൽ സെർച്ച് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. യെല്ലോ നോട്ടീസ് എന്നറിയപ്പെടുന്ന ഈ വാറന്റ് നേരിട്ട് നോർവേ പോലീസ് മറ്റ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത് നടപ്പാക്കാനുള്ള ശ്രമത്തിലാണ്. ഈ ലെബനനിലെ പേജർ സ്ഫോടനം ഉണ്ടായ 17 രാത്രിയാണ് റിൻസൺ ജോസ്, നോർവേജിയൻ പൗരൻ കൂടിയായ റിൻസൺ ജോസ്, നോർവേയിലെ ഓസ്ലോയിൽ നിന്നും അമേരിക്കയിലേക്ക് പോയത്. ബോസ്റ്റണിലേക്കാണ് അദ്ദേഹം മുൻകൂട്ടി നിശ്ചയിച്ച യാത്ര എന്ന് പറഞ്ഞ് പോയത്. പക്ഷെ ബോസ്റ്റണിൽ നിന്നും അദ്ദേഹം അപ്രത്യക്ഷനായി എന്നാണ് നോർവേയിലെ അദ്ദേഹം ജോലി ചെയ്തിരുന്ന സ്ഥാപനമായ DN മീഡിയ ഗ്രൂപ്പ് ഇപ്പോൾ നോർവേ പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. ഇതിനെ തുടർന്നിട്ടാണ് ഇപ്പോൾ നോർവേ ഈ സംഭവം വളരെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുന്നത്. ഈ സെർച്ച് വാറന്റിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം തുടങ്ങിയതായി ക്രിപ്പോസ് ഇപ്പോൾ റോയിട്ടേഴ്സിനെ അറിയിച്ചിട്ടുണ്ട്. മിനിഞ്ഞാന്ന് രാത്രിയാണ് ഈ യെല്ലോ വാറന്റ് പുറപ്പെടുവിച്ചതെന്നാണ് ഇപ്പോൾ നോർവേജിയൻ പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം ബൾഗേറിയയിലെ സോഫിയ ആസ്ഥാനമായിട്ടുള്ള റിൻസന്റെ കമ്പനിയായ നോട്ട ഗ്ലോബലാണ് പേജറുകൾ ഹിസ്ബുള്ളിലേക്ക് വിറ്റത് എന്നാണ് കണ്ടെത്തിയിരുന്നത്. സോഫിയയിലെ ബൾഗേറിയയിലെ ഇന്റേണൽ ഏജൻസി നടത്തിയ അന്വേഷണത്തെ തുടർന്നിട്ട് ഈ കമ്പനി യാതൊരുവിധ ഇടപാടും നടത്തിയിട്ടില്ല എന്നുള്ള തരത്തിൽ കഴിഞ്ഞ ദിവസം അവർ തന്നെ ഒരു വാർത്താക്കുറിപ്പ് പുറപ്പെടുവിച്ചിരുന്നു. പക്ഷേ നോർവേ ഈ വിഷയം വളരെ ഗൗരവത്തോടെ കാണുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നോർവേ പോലീസ് ഇപ്പോൾ ഒരു യെല്ലോ വാറന്റ് ഈ ഒരു വിഷയം ആദ്യമായി മുന്നിലേക്ക് വന്നപ്പോൾ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു സെയിൽസിന്റെ കാര്യത്തിന് വേണ്ടി ബോസ്റ്റണിൽ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാൻ റിൻസൺ ജോസ് പോയതാണ് എന്നുള്ളതൊരു ഔദ്യോഗികമായ സ്ഥിരീകരണമൊക്കെ വന്നിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ബന്ധപ്പെടാനേ കഴിഞ്ഞിരുന്നില്ല. റോയിട്ടേഴ്സ് വിളിച്ചിരുന്നു, ആദ്യം ഫോൺ എടുത്തു, പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മറുപടി പറയാതെ കട്ട് ചെയ്തു. പിന്നെ ഒരു വിവരവുമില്ല സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒന്നും. ബോസ്റ്റണിലേക്ക് പോയത് 17-ാണ്. 18-ന് അവിടെ നിന്ന് അപ്രത്യക്ഷനായി എന്നാണ് ഇപ്പോൾ നോർവീജിയൻ പോലീസ് പറയുന്നത്. ഒരു മാൻ മിസ്സിംഗ് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം ആരംഭിക്കുകയും ഇപ്പോൾ ഇന്റർനാഷണൽ ഒരു സെർച്ച് വാറന്റ് നോർവീജിയൻ ക്രിമിനൽ പോലീസായ ക്രിപ്പോസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇദ്ദേഹം ജോലി ചെയ്തിരുന്ന DN മീഡിയ എന്ന് പറയുന്നത് നേരത്തെ NHST എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവിടെ സെയിൽസ് വിഭാഗത്തിലാണ് ഈ റിൻസൺ ജോസ് ജോലി ചെയ്തിരുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതായത് 2015 നോർവേയുടെ പൗരത്വം എടുത്ത നോർവേജിയൻ പൗരനായ റിൻസൺ ജോസ് ഒരു സെയിൽസ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥൻ മാത്രമായിരുന്നു. അങ്ങനെ ഒരു ജോലിയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ബൾഗേറിയയിലെ സോഫിയയിൽ കോടികൾ വിലമതിക്കുന്ന പേജറുകൾ കൈമാറ്റം ചെയ്യുന്ന തരത്തിലുള്ള ഇടപാടുകൾ നടത്തുന്ന ഒരു കമ്പനി നടത്താൻ കഴിയും എന്നുള്ളതാണ്. നോട്ട ഗ്ലോബലിന്റെ തന്നെ പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ ഏകദേശം 6,65,00,000 പൗണ്ടിന്റെ ഇടപാടുകളാണ് കഴിഞ്ഞ ഒരു കൊല്ലം മാത്രം നടത്തിയിട്ടുള്ളത്. അത് തന്നെ ഒരു ജീവനക്കാരൻ മാത്രമുള്ള കമ്പനി എന്നാണ് ഔദ്യോഗിക രേഖകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് വളരെ ദുരൂഹമായ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ അന്വേഷണം കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ശരി.